ഈ ഒരു ഫിലിമിന് വില്ലനായത് അതിൻ്റെ കഥ, തിരക്കഥ, സംഭാഷണമാണ്. കാരണം ഈ ഒരു പ്ലോട്ടിൽ ആരൊക്കെ വന്ന് എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. കാരണം ഇമോഷണലി ഹുക്കാവുന്ന ഒന്നും തന്നെ സ്ക്രീൻ പ്ലേയിലും കണ്ടില്ല, ഡയലോഗ്സിലും കേട്ടില്ല. പള്ളിച്ചട്ടമ്പി, പീരിയോഡിക് ഡ്രാമ, റെട്രോ പൊളിറ്റിക്സ്, സെയിം ഓൾഡ്, നാടിനെ രക്ഷിക്കാൻ കൊണ്ടുവരുന്ന രക്ഷകൻ. ഇതൊരു പുതിയ രീതിയിൽ പ്രസൻറ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ആക്സെപ്റ്റൻസ് കിട്ടിയാനെ. മേ ബി ബോക്സ് ഓഫീസ് അടിക്കേണ്ട മുതലായനത്. ജനഗണമന എന്ന ഒരൊറ്റ സിനിമ കൊണ്ട് ആരാധന തോന്നിപ്പോയ ഡയറക്ടറാണ് ലിജോ ജോസ് ആൻ്റണി. പക്ഷേ കഴിഞ്ഞ 2 ഫിലിംസായിട്ട് ഡിസപ്പോയിൻറ്റിംഗ് ആണ്. മലയാളി ഫ്രം ഇന്ത്യ, പിന്നെ ഇതായിപ്പോൾ പള്ളിച്ചട്ടമ്പി. ഫിലിമിൻ്റെ സ്റ്റോറി അത്യാവശ്യം എനിക്ക് ബോറിംഗ് ആയിട്ടും സ്റ്റോറി നറേഷൻ സ്റ്റൈല് ലാഗ് അടുപ്പിച്ചിട്ടും ഇവരുടെ 2 പേരുടെ പെർഫോമൻസാണ് എന്നെ തിയേറ്ററിൽ പിടിച്ചിരുത്തിയത്. ടൊവിനോ തോമസ് ആസ് കൃഷ്ണപിള്ള ടു ക്രിസ്റ്റഫർ പോത്തൻ കൊടുത്ത ക്യാരക്ടർ നല്ല ഡീസൻ്റായിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ടും ചെയ്തു വെച്ചിട്ടുണ്ട്. സ്ക്രീനിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. പക്ഷേ എഴുതി വെച്ച ഡയലോഗ്സ് വീക്കായതുകൊണ്ട് ക്യാരക്ടറും വീക്കായിപ്പോയി. ആളെ പറഞ്ഞിട്ട് കാര്യമില്ല. പൃഥ്വിരാജ് സുകുമാരൻ ആസ് പട്ടേലർ കുഞ്ഞമ്പു നമ്പ്യാർ. ഏതാ ക്യാരക്ടർ? ഫയർ ബ്രാൻഡ്. അത് വന്നപ്പോൾ തിയേറ്ററിൽ അത്യാവശ്യം നല്ല ഒച്ചനക്കൊക്കെ ഉണ്ടായിരുന്നു. അതുവരെ കുറച്ച് ഉറങ്ങിക്കിടക്കായിരുന്നു, ഉള്ളത് പറയാലോ. ഈ ഒരു പട്ടേലർ കുഞ്ഞമ്പു നമ്പ്യാർ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് മാത്രം വേണമെങ്കിൽ ഒരു സ്റ്റാൻഡ് അലോൺ മൂവി ചെയ്യാം. അത് നല്ലൊരു തീപ്പൊരി വരെ വരുന്നു ആസ് എ ക്യാമിയോ റോൾ. അപ്പോൾ ആകെ മൊത്തം ടോട്ടലായിട്ട് പറയുമ്പോൾ ഒരു ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ആൻഡ് ഇഫ് യു ആർ എ മൂവി ലവർ ആൻഡ് ഇഫ് യു വാണ്ട് ടു സീ യുവർ ഫേവറേറ്റ് ആക്ടേഴ്സ് പെർഫോമിങ്, ഗോ ടു തിയേറ്റേഴ്സ് ആൻഡ് എൻജോയ് ദ മൂവി. അപ്പോൾ അടുത്തൊരു മൂവി റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം.